അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് നിഅമത്തുകൾ തന്നിട്ടുണ്ട്. അതിന് നന്ദിയുള്ള അടിമകളാവണം നാമൊക്കെ. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, നമുക്ക് വരാൻ പോകുന്നത് ദുൽഹജ്ജ് മാസമാണ്. ഇൻഷാ അല്ലാഹ് ആ ദുൽഹജ്ജിലേക്ക് നാം കടക്കുമ്പോൾ ഒരുപാട് നിഅമത്തുകൾ, ഒരുപാട് നന്മകൾ, ഒരുപാട് സൽക്കർമ്മങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയണം. കാരണം ആ ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രതിഫലം തരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹബീബ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മാമിൻ അയ്യാമിൻ അമലുൻ സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹ് മിൻ ഹാദിഹിൽ അയ്യാം. ദുൽഹജ്ജിന്റെ 10 ദിവസങ്ങളിലുള്ള സൽക്കർമ്മത്തെക്കാളും ഏറ്റവും വലിയ സൽക്കർമ്മം വേറെ ഇല്ല. അതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങളെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ സന്ദർഭത്തിൽ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, യുദ്ധം ചെയ്തവനും ആ ദിവസത്തിൽ പെടൂലേ? അവനേക്കാളും ശ്രേഷ്ഠനാവൂലേ എന്ന് ചോദിച്ചപ്പോ ഹബീബ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, യുദ്ധം ചെയ്യുന്നവനേക്കാളും ഏറ്റവും ഇഷ്ടമുള്ള അമലുകൾ ഈ ദുൽഹജ്ജിന്റെ 10 ദിവസങ്ങൾ സൽക്കർമ്മം ചെയ്യുന്നവനിക്കാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ റളിയല്ലാഹുവിന്റെ മകൻ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമുള്ള ദിവസങ്ങളാണ് ദുൽഹജ്ജിന്റെ 1 മുതൽ 10 ദിവസം വരെ. അതുകൊണ്ട് ആ ദിവസത്തിൽ ഫഖ്സിറൂഹിന്ന തഹ്ലീല വത്തക്ബീറ വത്തഹ്മീദ, നിങ്ങൾ തഹ്ലീലിനെയും തക്ബീറിനെയും തസ്ബീഹിനെയും വർദ്ധിപ്പിക്കുക എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ ഈ സൽക്കർമ്മം ചെയ്യാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ.